ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഫക്കെട്ട് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു പരിഹാരമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളെ സീസണാണെന്ന് പറയേണ്ടി വരും കഫക്കെട്ടിൻ്റെ. എല്ലാവർക്കും ഉണ്ടാവും. ചിലരൊക്കെ പറയണതൊക്കെ നെഞ്ചിലൊരു ഭാരം പോലെയാണ്, മൂക്കൊക്കെ മൊത്തത്തിൽ അടഞ്ഞു കിടക്കുകയാണ്, തൊണ്ടൊക്കെ പഴുക്കണ പോലെ, അല്ലെങ്കിൽ വേദനയാണ്, ഭയങ്കര വേദനയാണെന്നൊക്കെ പറയും. എല്ലാത്തിനും കൂടെ ഉള്ളൊരു പരിഹാരമാണ്. അത് നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 കരയാമ്പൂവ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇത്തിരി വലുതാണ്, ഇഞ്ചി അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടണമെങ്കിൽ നമ്മളതൊരു ടീസ്പൂണ് കണക്കിന് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് നമുക്ക് ചതച്ച് വരണം. നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും കരയാമ്പൂവും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ടുണ്ട്. ചതച്ച് വരുമ്പോൾ നമ്മളെ വെളുത്തുള്ളിയുടെ അളവ് എന്ന് പറയുന്നത് 2.5 ടീസ്പൂണാണ്. അതുപോലെ ഇഞ്ചിയുടെ അളവ് 2.5 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ രണ്ടും 2.5 ടീസ്പൂൺ അളവിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ചെറുനാരങ്ങ തൊലി കളയാണ്ട് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് അളവിലാണ് നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നത്. ആ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2.5 കപ്പ് 250 ml പാത്രത്തിൽ 2.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കരയാമ്പൂവ് നമ്മൾ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് കുറഞ്ഞു പോയി എന്ന് കരുതി നമ്മൾ അധികം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കരയാമ്പൂവ് ചിലർക്ക് പറ്റില്ല, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് കരയാമ്പൂവ് ഓവറാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ 3 എണ്ണം എടുത്താൽ മതി. കുരുമുളക് പൊടി നമ്മൾ 1/4 ടീസ്പൂണോളാണ് ഇട്ടിട്ടുള്ളൂ. ഇത്ര മാത്രം മതി. ഇത് നമ്മളിനി തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. അതിനു മുമ്പ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെറുനാരങ്ങ, അത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ കഫക്കെട്ടിനെ ക്ലിയർ ആക്കാനും കഫത്തിനെ ഇല്ലാണ്ടാക്കാനും അതുപോലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളെ വെളുത്തുള്ളിയിൽ അല്ലിസീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ശ്വാസകോശത്തിലെ വീക്കം കുറയ്ക്കാനും അതുപോലെ അണുബാധകളെ ഇല്ലാണ്ടാക്കാനും ഒക്കെ നമ്മളെ വെളുത്തുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇഞ്ചി ഇതിൽ ഉപയോഗിക്കാൻ കാരണം നമ്മൾ ശ്വാസകോശത്തിലെ വീക്കം കുറയ്ക്കാനും ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്നത് നമ്മളെ ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ കരയാമ്പൂവ് ഇതിൽ ആഡ് ചെയ്തത്, കരയാമ്പൂവ് നമ്മളെ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ നമ്മളെ ഇൻഫെക്ഷനെ ഇല്ലാണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ശ്വസനം, നമ്മളെ ബ്രീത്തിങ് ഈസി ആക്കാൻ നമ്മളെ കരയാമ്പൂവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുരുമുളകിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. കഫം ഇല്ലാണ്ടാക്കാൻ, കഫത്തിന് ഏതൊക്കെ രൂപത്തിൽ പുറന്തള്ളാൻ പറ്റുമോ അത്തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കുരുമുളക്. അതൊരു നാച്ചുറലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ കുരുമുളക്. അപ്പോൾ അതാണ് നമ്മൾ കുരുമുളക് ഈ വെള്ളത്തിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഈ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മളെ കഫക്കെട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. മൂക്കടപ്പ്, തൊണ്ടപഴുപ്പ്, പിന്നെ ശ്വാസം മുട്ടണ പോലെ ഫീൽ ചെയ്യുക, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ കഫം ആയിട്ട് ബന്ധപ്പെട്ട് അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ്. അപ്പോൾ എല്ലാതും ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളച്ചിരുന്നു. തിളച്ച സമയത്ത് നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കുന്ന സമയത്ത് നമ്മളതൊന്ന് ജസ്റ്റ് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ചതിന് ശേഷം നമ്മൾ 5 മിനിറ്റും കൂടെ വെക്കുന്നുണ്ട്, ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത് നാരങ്ങയുടെ തൊലിയുടെ കളറൊക്കെ മാറി, വെള്ളത്തിൻ്റെ കളറ് മാറി, മൊത്തത്തിൽ വെള്ളത്തിൻ്റെ കളറ് മൊത്തം മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മരുന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാ കളറ് വന്നിട്ട് ഇതാ നമ്മളൊരു ലൈറ്റ് കഞ്ഞിവെള്ളത്തിൻ്റെ കളറാണ്. കഞ്ഞിവെള്ളം വെള്ള കളറാണെങ്കിൽ ഇതിൽ നമ്മൾ കുരുമുളകൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മരുന്നിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പവർ ഹൗസാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ കഫത്തിനെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മരുന്നാണ്. അതുപോലെ മേലുവേദനക്കും ഇത് ബെസ്റ്റ് മരുന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ ഹെൽത്തി വീഡിയോസായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.